അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരും അഭിനന്ദനുമായ നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ഈ മുബാറക്കായ സദസ്സിൽ സന്നിഹിതരായ സാദാത്യങ്ങളെ, ഉലമാക്കളെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സത്യവിശ്വാസികളെ, ജിഗനേന്താവായ തമ്പുരാന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലബൈക് അല്ലാഹുമ്മ ലബൈക് എന്ന മാത്രധ്വനി ഉച്ചരിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങൾ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും അവരുടെ പ്രിയപ്പെട്ട ബീവിയും നാട്ടിൽ നിന്നും 2 ദിവസത്തിനകം ഡൽഹിയിൽ നിന്നും സൗദി രാജാവിന്റെ അതിഥികളായിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ ടീമായിക്കൊണ്ട് പുറപ്പെടുകയാണ്. അപ്പോൾ പിന്നെ തങ്ങളവറുകൾ അത്തരമൊരു യാത്രക്ക് പുറപ്പെടുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയ തങ്ങളെ യാത്ര അയക്കുക എന്നുള്ളത് പരിശുദ്ധമായ തിരുസുന്നത്തിന്റെ ഭാഗമാണ്. നബി തങ്ങളുടെ 40ാമത്തെ പേരക്കുട്ടി നമ്മുടെ ഈ സംഘ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തങ്ങളവറുകൾ യാത്ര പുറപ്പെടുമ്പോൾ തങ്ങൾ യാത്ര നൽകുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തങ്ങൾ സംസാരിച്ചപ്പോൾ തങ്ങൾ സമ്മതം മൂടുകയും അങ്ങനെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹാന്മാരായ നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയും ഒക്കെ മനസ്സിലാക്കി ഞങ്ങൾ ഈ ഹോളിലേക്കാണ് ചുരുക്കിയത്. പക്ഷേ ഒരുപാട് ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു, ആൾ നിറഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും നാം ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തങ്ങളെ യാത്രയാക്കാനും തങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് ലോക മുസ്ലിങ്ങൾ ലഭിക്കുമ്പോൾ കേരള മുസ്ലിങ്ങൾ പ്രതിദാനം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരെ നമ്മെ പ്രതിദാനം ചെയ്യുമ്പോൾ അതിനേക്കാൾ ഉപരി സുന്നി യുവജന സംഘത്തെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ ആത്മീയമായ നായകനായി തങ്ങൾ അവിടെ പ്രതിദാനം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പോൾ സമുദായത്തിൽ നിലനിൽക്കുന്ന ഈ അനൈക്യമൊക്കെ ഇല്ലാതായി കഴിഞ്ഞ കാലങ്ങളിൽ 926 മുതൽ ഇങ്ങോട്ട് സമസ്ത നിർവഹിച്ചു പോകുന്ന വലിയ ദൗത്യമുണ്ട്, പാരമ്പര്യമുണ്ട്, ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിൽ അധിഷ്ഠിതമായി ബഹുമാനപ്പെട്ട സമസ്ത ജംഇയ്യത്തുൽ ഉലമയും ഇവിടുത്തെ ഉലമാക്കളും ഉംറ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള കേരളീയ മുസ്ലിം നവോത്ഥാന പുരോഗതിയിൽ നിലനിർത്തിക്കൊണ്ട് ഈ ഭാവിയിലും നമ്മുടെ നേതൃത്വം ആ നിലക്കാവുന്നതിന് വേണ്ടി, അതിനെതിരെ ശിഥിലീകരണത്തിന് വേണ്ടി, ഭിന്നിപ്പിന് വേണ്ടി, കടന്നു വരുന്നവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി, കഴിഞ്ഞ കാല പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി, ആ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിന് വേണ്ടിയൊക്കെ ഇൻഷാ തങ്ങൾ ദുആ ചെയ്യും. ആ ദുആ ചെയ്യണമെന്നാണ് നമുക്ക് ഉണർത്താനുള്ളത്. നമുക്കറിയാം, ഇത്തരം ഒരു സന്ദർഭം എന്ന് പറയുന്നത് മഹാന്മാരുടെ സാദാത്യങ്ങൾക്കൊപ്പം, മഹാന്മാരായ നമ്മുടെ ഉലമാക്കൾക്കൊപ്പം ഒത്തുചേരുക എന്നുള്ളത് അതൊരു വലിയ സൗഭാഗ്യമാണ്. തങ്ങൾക്ക് ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി പരിശുദ്ധമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ വളരെ ഭംഗിയായി അത് നിർവഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി വീണ്ടും ഈ സമുദായ നേതൃത്വം കൊടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഗമത്തിൽ അധ്യക്ഷത അലങ്കരിക്കുന്നത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും സുന്നിമാൽ സംവിധാനത്തിന്റെ കൺവീനർ കൂടിയായ ബഹുമാനപ്പെട്ട സമസ്ത ജംഇയ്യത്തുൽ ഉലമായുടെ ജില്ലാ സഹകാര്യദർശി കൂടിയായ ഉസ്താദ് കെ റഹ്മാൻ ഉസ്താദിനെ സാദരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത ജംഇയ്യത്തുൽ ഉലമായുടെ ജില്ലാ പ്രസിഡന്റും വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയുമായ ഉസ്താദ് എം.ടി. അബ്ദുൽ എത്തിച്ചേരും. ഉസ്താദിനെയും അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായ ഒരുപാട് സാദാത്യങ്ങൾ, പ്രിയപ്പെട്ട പി ഉബൈദ സാഹിബ്, അതുപോലെ തന്നെ അലി ഫൈൽ ചമാണിയോട്, കാടാമ്പയ മൂസ ഹാജി, ജാമ്യയിലെ ഉസ്താദുമാരായ റിയാവുദ്ദീൻ ഫൈസി, ഹംസ ഹൈത്തവി, ജബ്ബാർ ഹാജി, നൗഷാദ് മണ്ണിശ്ശേരി, പ്രിയപ്പെട്ട ഹക്കീം ഫൈലി, VSK തങ്ങൾ, സയ്യിദ് ബാപ്പുട്ടി തങ്ങൾ, ആനമങ്ങാട് മുഹമ്മദ് ഫൈലി, അസൻ സക്കാഫി, അതുപോലെ തന്നെ ഖാദർ ഫൈലി തുടങ്ങിയ ഒരുപാട് ആലിമീങ്ങൾ, ഉമറാക്കൾ, സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികൾ ഈ ഒരു മെസ്സേജ് മാത്രം പാസ് ചെയ്തപ്പോൾ അത് കേട്ടുകൊണ്ട് വന്ന, തങ്ങളെ സ്നേഹിക്കുന്ന, ഈ സമുദായത്തെ സ്നേഹിക്കുന്ന, ഈ സംഘ സംവിധാനങ്ങൾ ഒപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സഹോദരങ്ങൾ മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനം തങ്ങൾ സമാപന പ്രാർത്ഥനയും അതോടൊപ്പം തങ്ങളുടെ നസീഹത്തും ഉണ്ടാകും. എല്ലാവരും സഹകരിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ,
മറ്റ് സദസ്സിലും വേദിയിലുമായുള്ള സാധാത്തുക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഉലമാക്കളെ, ഉമറാക്കളെ, സുഹൃത്തുക്കളെ, ഇത് ഒരു സ്നേഹ സംഗമം എന്ന് പറയാം. ബഹുമാനപ്പെട്ട താങ്കൾക്കൊരു യാത്രയപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സമ്മേളനമായി. അങ്ങനെയുള്ള ഒരു സമ്മേളനമല്ല. മാനസികമായി എപ്പോഴും തങ്ങളുമായി ബന്ധപ്പെടുന്ന പല വിഷയങ്ങൾക്കും ഒരു ദിവസം ഒരിക്കലെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരാരും തങ്ങളുടെ യാത്രയെക്കുറിച്ച് അറിയില്ല. ഇന്നലെ ഞാൻ ഇവിടെ ഒരു ചെറിയ കുറിപ്പ് മാത്രമാണ് തങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടായത്. അതായത് പലരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കളെ, പരിസരത്തുള്ള നമ്മൾ എപ്പോഴും ബന്ധപ്പെടുന്ന സുഹൃത്തുക്കൾക്കൊന്നും ഒത്തുകൂടുക എന്നുള്ളത് മാത്രം. അതാണല്ലോ ഈ കേന്ദ്രം ഇവിടെ വെച്ചത്. ഇവിടെ തന്നെ വിശാലമായ സൗകര്യമുള്ള സ്ഥലമുണ്ട്, നമുക്ക് നമ്മൾ വെച്ചിട്ടില്ല. ഇവിടേക്ക് മാത്രം വിളിച്ചു ചേർത്തത്. ആ രീതിയിൽ ഒരു ചെറിയ സംഘമാണ്. നമുക്ക് പറയാനുള്ളത് അൽ ഹജ്ജാജ് വൽ ഉമ്മാർ വഖ്തുല്ലാഹ്, ഹാജിമാരും ഉംറക്ക് പോകുന്ന ആളുകളുമൊക്കെ അള്ളാഹുവിലേക്ക് നിവേദനം സമർപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നവരാണ് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവർ അങ്ങനെ ഒരു നിവേദനത്തിന് നമ്മുടെ നായകൻ പുറപ്പെടുമ്പോൾ നമുക്കൊരുപാട് പറയാനുണ്ടാവും. ഒരുപാട് നിവേദനങ്ങൾ നമ്മളൊക്കെ മനസ്സിലുണ്ടാവും. ആ നിവേദനങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു എളിയ അവസരം ഇത് മാത്രമാണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയാനുള്ളത് ഇതാണ്: ഐക്യത്തിന്റെ, ആഗോള മുസ്ലിങ്ങളുടെ സംഗമം, സാഹോദര്യ സംഗമം, ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒക്കെ ഉത്തമ നിദർശനമായ ആ ലോക മുസ്ലിം സമ്മേളനത്തിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധിയായി പുറപ്പെടുന്ന നമ്മുടെ അഭ്യുന്നത നായകനോട് നമുക്ക് പറയാനുള്ളത്, നാം ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ, നമ്മുടെ സംസ്കാരമനുസരിച്ച് ജീവിക്കാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒക്കെ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. എന്തിനധികം പറയുന്നു, മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാർ വരെ ഇന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനൊക്കെ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്ന് കോടുണ്ട്. ഇരിക്കുന്ന സദസ്സിൽ തുറന്നു പറയാൻ പറ്റുന്നില്ല. ഈ രീതിയിൽ നമ്മളൊക്കെ ഇന്ന് വിഷമങ്ങൾ ഒരുപാട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാനസിക സംഘർഷം, ഇതിനൊക്കെ ഒരു അറുതി വേണം. മുസ്ലിം ഉമ്മത്ത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സലീം സാഹിബ് പറഞ്ഞതുപോലെ ഇവിടെ എങ്ങനെയായിരുന്നോ ജീവിച്ചു പോന്നിരുന്നത് ആ രീതിയിൽ ഉലമാവും ഉമറാവും സാദാത്തുക്കളും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല നാൾ തിരിച്ചു വരണം. അതിനു വേണ്ടിയുള്ള ഒരു നിവേദനം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, വിശിഷ്യ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ നമുക്കൊക്കെ വേണ്ടി പ്രത്യേകമായി നിവേദനങ്ങൾ അവിടെ സമർപ്പിക്കണമെന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനുള്ള വേദിയാണത്. അവിടെ വെച്ച് ഞങ്ങൾക്ക് വേണ്ടി പറയണം. പിന്നെ ഞങ്ങളൊക്കെ പെരുമാറ്റത്തിൽ, ഇടപെടലുകളിലൊക്കെ എന്തെങ്കിലും മോശങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകാം. അങ്ങയെ വെറുപ്പിക്കുന്ന, അങ്ങയുടെ മനസ്സിൽ വിഷമം തോന്നുന്ന എന്തെങ്കിലും ഇടപെടലുകൾ ഞങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഓർക്കാതെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ വിട്ടുതിന്ന് അതൊക്കെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരേണ്ടി വന്നു. ഞങ്ങൾക്ക് പിന്നെ നിങ്ങളോട് ദേഷ്യം വരുന്നതോ നിങ്ങളെ വെറുപ്പിക്കുന്നതോ എന്ന് ഞങ്ങൾ മനസ്സിൽ കൽപ്പിച്ചു കൂട്ടി ഒന്നും ചെയ്തില്ല. അന്തനില്ല, അതിനല്ലേ മാപ്പി വെക്കേണ്ടുള്ളൂ. എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു തരണമെന്ന് പറയുന്നു. നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്നുമില്ല. അതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ആ കാര്യങ്ങൾ പറയുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു. പിന്നെ നിങ്ങൾ അവിടെ പോയി തിരിച്ചു വരുന്നതുവരെ നിങ്ങളും കുടുംബവും മാത്രമല്ല, നിങ്ങൾ നയിക്കുന്ന ആ സമൂഹവും എല്ലാവർക്കും വലിയ സന്തോഷവും റാഹത്തും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേകമായ സഹായം, എല്ലാം ആഫിയത്തും സംരക്ഷണവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. വലിയ അനുഗ്രഹം നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഈ ലോകത്ത് തന്നെ, രാജ്യത്ത് സൃഷ്ടിച്ച മഹത്തായ ഒരു മാതൃക തന്നെയാണ് സംഘടിത രൂപത്തിൽ മത ഭൗതിക
വിദ്യാഭ്യാസമൊക്കെ മാറി മാറി വരുന്ന തലമുറക്ക് കൊടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ ഏത് നിലയിൽ സമുദ്ധരിച്ച് അച്ചടക്കത്തോടുകൂടി സംയമനത്തോടുകൂടി സമാധാനത്തോടുകൂടി പുരോഗതിയിലേക്കും ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ നിലനിർത്തി വളർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നമ്മൾ ലോകത്തിന് തന്നെ ഒരു മാതൃക കാണിച്ചു കൊടുത്തു എന്ന് എപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒരു വിഭാഗമാണ്. നമ്മുടെ ഈ രാജ്യത്തിന്റെ ചരിത്രം നമുക്ക് ഒക്കെ അറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം മനുഷ്യൻ ആദ്യം സംസ്കാരം കൊണ്ട് ജീവിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ്. അത്രയും പഴക്കമുള്ള പല ജനവിഭാഗങ്ങളും ഈ ഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ഉള്ള ഈ ഭൂമിയിലെ ഈ പ്രദേശത്ത്, ഈ രാജ്യത്ത്, ഈ ഭൂഖണ്ഡത്തില് എന്നും വിവിധ സംസ്കാരങ്ങളുടെ ഒരു സമന്വയ ഭൂമിയായിരുന്നു ഇത്. ഇന്നും അത് തന്നെയാണ്. അതിനനുസരിച്ച് എല്ലാവരും സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും എന്നാൽ ലോകത്ത് ഒക്കെ സംഭവിച്ചു പോലെ വൈദേശികാധിപത്യമൊക്കെ ഇവിടെയും വരികയും പലവിധ സംഭവവികാസങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതിനു ശേഷം നമുക്കറിയാം ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായം അവര് ഇവിടുത്തെ ഒരു സന്ദേശവാഹകരായി, ഇവിടുത്തെ പരിഷ്കർത്താക്കളായി, ഇവിടെയുള്ള ആളുകൾക്കെതിരായി നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരായി ഒക്കെ ഇവിടെ പടപൊരുതി ജനങ്ങളോടൊപ്പം നിന്ന ഒരു ചരിത്രമാണ് ഉള്ളത്. ബഹുമാനരായ തങ്ങന്മാര്, അതുപോലെ തന്നെ മതപണ്ഡിതന്മാര്, അതുപോലെ അതാത് കാലത്തെ സമൂഹത്തിലെ പ്രാപ്തിയുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ ഒക്കെ അങ്ങനെയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു കാലത്ത് പ്രാപ്തിയുള്ള കുറെ ആളുകൾ അവർ ഈ കാര്യങ്ങളൊക്കെ സഹായിച്ചുകൊണ്ട് ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ തങ്ങൾ ലീഡർഷിപ്പിൽ തങ്ങന്മാരും ഒക്കെ ഉള്ള ആ പാരമ്പര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ നാട് അങ്ങനെ നിലനിന്ന് വന്നത്. السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أفضل رسول الله وآله وصحبه وعترته ومن والاه وبعد. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങളവர்களോട് ദുആ വസിയ്യത്ത് നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഹജ്ജിന് പോകുമ്പോൾ ദുആ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ തനത് രീതിയാണ്. നബിതങ്ങള് ഉമറന്നവരോട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മറക്കരുത് കുഞ്ഞു സഹോദര. അപ്പോ വലിയവർ ചെറിയവരോട് ദുആ ചെയ്യുന്ന സംസ്കാരം പോലും നമ്മുടെ ദീനിലുള്ളതാണ്. അതുകൊണ്ട് തങ്ങളവர்களോട് പറയാനുള്ളത് ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. എല്ലാവരും പല ഓർമ്മകളിലൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കടന്നു വരികയാണ്. പലരും പലതും ഓർത്ത് ഉള്ളിൽ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളെ സ്നേഹിക്കുന്നു. പൂക്കോയ തങ്ങളോടുള്ള സ്നേഹമാണ്. ഓർക്കാണ് ഏതാണ്ട് 40 കൊല്ലം മുമ്പ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർ അബുദാബിയിൽ വന്നപ്പോൾ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പരിസരം കവിഞ്ഞു നിറഞ്ഞ് ഇടം ഇല്ലാതെ വിധം പഴുതടഞ്ഞ് കിടക്കുന്ന സമയമാണ്. തങ്ങളവർ നിങ്ങൾ ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത് എന്റെ പിതാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മൈതാനൊട്ടാകെ കരഞ്ഞതാണ് അന്ന് നടന്നത്.
അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരെങ്കിലും ഒരു പക്ഷെ അവിടെ ഉണ്ടാകാം. പൂക്കോയത്തങ്ങൾ നമ്മുടെ വഴികാട്ടിയാണ്. പൂക്കോയത്തങ്ങളുടെ ശക്തി അള്ളാഹുവിനോടുള്ള അടുപ്പത്തിന്റെ ശക്തിയാണ്. ആ ശക്തിയാണ് മക്കളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം. പൂക്കോയത്തങ്ങൾ വലിയ അളവിൽ എല്ലാവരെയും ഉൾക്കൊണ്ടു. വാഫക്ക് തങ്ങൾ എല്ലാവരെയും ഉൾക്കൊണ്ടു. ആ സമയത്ത് വാഹനം കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ വലിയ ശത്രു അതിലിപ്പോഴുണ്ട്. വാഹനം വന്നപ്പോ അതിന് പേടിയില്ലാതെ അവരാരും എന്നൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് കയറിപ്പോയ വാഫക്ക് തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടു. ഈ ഉൾക്കൊള്ളൽ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടില് ഇങ്ങനെ വികാസം കൊണ്ട് ഒരു പക്ഷെ നമുക്ക് നമ്മുടെ കാര്യമില്ല പറയാൻ പറ്റുള്ളൂ. സാദിഖ് അലി തങ്ങളുടെ കാലത്ത് അതിന്റെ ഏതാണ്ട് പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. എല്ലാ ഭേദങ്ങൾക്കും അതീതമായിട്ട് ഉൾക്കൊള്ളുന്ന സംസ്കാരം ഹജ്ജിന്റെ ലക്ഷ്യങ്ങളിൽ അത് പ്രധാനമാണ് എന്ന് ഇസ്ലാമിന്റെ ദാർശനികന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശ്വവിഖ്യാതമായ ഹിജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി എന്ന് പറയുന്ന ഇന്ത്യൻ പണ്ഡിതൻ ഹദീസ് വിജ്ഞാനീയത്തിന്റെ ലോകത്തെ ഒന്നാമത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ കാലത്തോട് ചേർത്ത് വെക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഹജ്ജിന് ആളുകൾ ഇങ്ങനെ എല്ലാവരും കൂടി ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ഒന്നുകൂടുന്നത് അവരുടെ ഇസ്ലാം തൂക്കം പരിശോധിച്ച് ശരിയാക്കാൻ വേണ്ടിയാണെന്ന്. നമ്മൾ തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസ് കൊല്ലത്തിലൊരിക്കൽ ഉത്തരവാദപ്പെട്ട സർക്കാർ ഏജൻസിയുടെ അടുത്ത് പോയിട്ട് സീൽ ചെയ്യും, തൂക്കം ശരിയാണ്. നമ്മൾ ഹജ്ജിന് പോകുന്നത് നമ്മുടെ ഇസ്ലാം ബാലൻസിങ് ആണ്, അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ്. അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തങ്ങളെപ്പോലുള്ള വലിയ നേതാക്കൾ ഹജ്ജിന് പോകുമ്പോ കാര്യമായിട്ട് മറ്റു സമൂഹങ്ങളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കാണാനും അവരെയൊക്കെ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഓരോ മുസ്ലിം ഹജ്ജിന് പോകുന്നത്. പിന്നെ ദുആയുടെ കാര്യം പറയും വേണ്ട, നിർത്തുകയാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് നമ്മളിപ്പോ ഇതുവരെ കാണാത്ത ഊർജവും ആരോഗ്യവും എല്ലാ തരത്തിലുള്ള ശേഷിയും ഈ യാത്രയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യുകയാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ വേണ്ടി വേറെ അങ്ങനെ നമ്മൾ ഓരോരുത്തർ ആവശ്യപ്പെടുള്ളൂ. തങ്ങള് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യണം. അലാ യാ റസൂലല്ലാഹി കുൻത റജാഅന വകുൻത ബിനാ ബർറൻ വലം തകു ജാഫിയ. അല്ലാഹുവിന്റെ റസൂലിലാണ് നമ്മുടെ പ്രതീക്ഷ. ഒട്ടുമർ ഉസ്താദിന്റെ കൂടെ ഹജ്ജിന് പോയപ്പോ മക്കത്ത് സ്വാഭാവികം പറയേണ്ടതില്ല, മദീനത്തെ സമയങ്ങളെ സംബന്ധിച്ച് വല്ലാത്ത കാർക്കശ്യം ഉസ്താദവർക്ക്, കൊട്ടുമർ ഉസ്താദവർക്ക്. അപ്പോ എന്താണ് അങ്ങനെ ശിഷ്യന്മാര് ഞങ്ങൾ ചോദിച്ചപ്പോ ഇവിടെ നിന്നൊരു മദത് കിട്ടാനുണ്ട്, ആ മദത് വേറെ എവിടുന്നും കിട്ടൂല. അപ്പൊ മദീനത്ത് പോകുമ്പോ അലാ യാ റസൂലല്ലാഹി കുൻത റജാഅന, എല്ലാവരുടെയും പ്രതീക്ഷ അല്ലാഹുവിന്റെ റസൂലിനും, വകുൻത ബിനാ ബർറൻ, നമ്മളോടൊക്കെ ഗുണകാംക്ഷയുള്ള അല്ലാഹുവിന്റെ റസൂല്, വലം തകു ജാഫിയ, അകന്നു നിൽക്കാത്ത ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ റസൂല്, ആ റസൂലിന് ഞങ്ങളോടൊക്കെ സലാം അങ്ങ് ആവും പോലെ പറയണം, ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് സലാം എത്തിക്കണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് റഹ്മാൻ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെപ്പോലുള്ള വലിയ വലിയ ഭാരം വീട്ടിലൊക്കെ പറയപ്പെടും. പടച്ചോനെ തങ്ങളുടെ ഒരു ഭാരം എന്തായിരിക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികളും സ്ത്രീകളും പറയുന്നത് വലിയ ഭാരമാണ് തങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്നത്. അത് ഭാരങ്ങള് പേറുന്നവരെ ഭാരത്തിന്റെ ഭാരം അധികമാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഭാരം പരമാവധി കുറച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു കരുത്ത് നൽകുമാറാകട്ടെ. ഈ ഭാരത്തിന്റെ മഹാഭാരത്തില് ഞങ്ങൾ ആരെങ്കിലും തങ്ങൾക്ക് കൂടുതൽ ഭാരം തന്നിട്ടുണ്ടെങ്കിൽ റഹ്മാൻ ഫൈസി പറഞ്ഞതുപോലെ കരുതി കൂട്ടിയല്ല, പണക്കാട്ട് ഉള്ള ഒരു ചെറിയ കുട്ടിയോട് പോലും ആർക്കും ഒന്നും ഉണ്ടാവില്ല. അത് ഇനി വിശദീകരിക്കണ സമയമല്ലപ്പോ. അപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തങ്ങൾക്ക് വലിയ ആരോഗ്യം തരട്ടെ, വലിയ മനഃശക്തി നൽകട്ടെ. തങ്ങള്
സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരിച്ചു വരുമ്പോൾ ഈ ഉമ്മത്തിൽ മറ്റൊരിക്കലും കാണപ്പെടാത്ത വല്ലാത്തൊരു ഐക്യവും ഒത്തൊരുമയും നമ്മൾ ജനാധിപത്യ രാജ്യത്തിലാണ് പിന്നെ സാഹിബ് പറഞ്ഞ മാതിരി ആ ജനാധിപത്യ രീതിയിൽ നമുക്ക് കൂടുതൽ ശക്തി ഉണ്ടായിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷം അള്ളാഹു അവിടെ നിന്ന് നടത്തുന്ന പ്രാർത്ഥനകളിലൂടെ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വർഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൗദി രാജാവിന്റെ അതിഥിയായി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുകയാണ്. തങ്ങളിന് മുമ്പും ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. എന്നാലിപ്പോ സൗദി ഗവൺമെന്റിന്റെ ആതിഥ്യം സ്വീകരിച്ച് പോകുമ്പോൾ ഒരു യാത്രയെ ഒരുക്കുക എന്നാണ് SYS ഇവിടെ തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു യാത്രയെ ഒരുക്കിയ SYSന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, നമ്മുടെ നാട്ടിലെ നമ്മുടെ സമുദായ സംഘടനയൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്കാളേറെ ബോധ്യമുള്ള ആളാണ് അഭ്യന്തരായ തങ്ങളവർഗം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ന കാര്യങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് തങ്ങളോട് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായിരുന്നാലും ഹജ്ജ് യാത്രയൊക്കെ വേളയായതുകൊണ്ട് നമ്മൾ പരസ്പരം ഓർമ്മപ്പെടുത്തുക എന്നാണ് ഇതിനൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓർമ്മപ്പെടുത്തുക എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ഞാൻ സാഹിബ് പറഞ്ഞതുപോലെ ഇന്ത്യയെ പോലെയുള്ള ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഭരണത്തിലെ പങ്കാളിത്തം ഏറെ പ്രാധാന്യമാണ്. ആ ഭരണ പങ്കാളിത്തം ഇല്ലാത്തതിന്റെ പ്രയാസമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമവും വഖഫ് ഭേദഗതി നിയമവും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭരണകൂടം ഇന്ത്യയിൽ വന്നു എന്നതുകൊണ്ടാണ്. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ നിയമം ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരം പ്രതിസന്ധികൾ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതോടൊപ്പം ലോകമെമ്പാടും നമ്മൾ സമുദായം വഹിക്കുന്ന പ്രയാസം, അഫ്ഗാനിസ്ഥാനിലെ നമ്മുടെ സഹോദരന്മാർ ഇപ്പോഴും ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ട പോരാട്ടം നടക്കുക, 5 മക്കൾ വരെ ക്രൂരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക, ഗസയിലെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥന. പ്രാദേശികമായി ഇവിടെ നേരത്തെ റഹ്മാൻ ബൈജി പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ പ്രിയപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ കൂടിയവർക്കും നമ്മുടെ സമുദായത്തിന് മൊത്തം പ്രാർത്ഥിക്കണം. തടസ്സക്കുന്ന ഒരു സമുദായത്തിന് വേണ്ടി വെറുതെ പ്രാർത്ഥിച്ച് ഒരുപാട് സമയം കളയൊന്നും വേണ്ട. പ്രവർത്തകനായ പാവങ്ങൾക്ക് വേണ്ടി അകമയിഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും നീറുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രത്യേകിച്ച് ശാരീരികമായും ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം തങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് തങ്ങളൊക്കെ ചെയ്യണമെന്ന് എല്ലാവർക്കും വേണ്ടി ഭഗവാനുടെ തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിലേക്ക് കയറുന്നത് അതൊരു ബഹുമാന ആദരവാണ്. ലോക മുസ്ലിങ്ങളുടെ സമ്മേളനത്തിന് തങ്ങൾ പോകാണ്. എനിക്ക് തങ്ങളുടെ വാക്കിൽ ഒരു രോമാഞ്ചമുണ്ടായത് പാണക്കാട് വെച്ചുകൊണ്ട് ജമ്പസഭയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പോലും പ്രാർത്ഥിക്കും, വ്യക്തികൾക്ക് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ അവസരം കിട്ടും, ഒരാളെയും ഞങ്ങൾ മറക്കുകയില്ല എന്ന് തങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഉദാഹരണമാണ് 18 കീമോതെറാപ്പി കഴിഞ്ഞ് ക്യാൻസർ ബാധിച്ച് അപ്പോഴും ആശ്വാസത്തിന്റെ വാക്ക് തന്ന് 3 സർജറിക്ക് വിധേയനായപ്പോഴും സമാധാനം തന്ന് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച ഒരു മഹാനയാത്ര റബ്ബ് തആല മനോഹരമാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു മഹാനായ ബാഫഖി തങ്ങൾ. അവര് ഹജ്ജിന് പോകുമ്പോഴെല്ലാം ജാമ്യയിലെ മക്കളോട് യാത്ര പറഞ്ഞ് അവരോട് ദുആ വസിയത്താക്കിയിട്ട് പോകുന്ന ഒരു ചരിത്രം ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ തങ്ങള് പിന്നെ ജാമ്യയിൽ വന്ന് 1000-ലധികം പണ്ഡിത വിദ്യാർത്ഥികളുണ്ട്. അവരോട് ദുആ വസിയത്താക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരൊരു യാത്രയെ പഴക്കുകയും ചെയ്യുക എന്നൊരു താല്പര്യം നിങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് രാത്രി തങ്ങൾ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിൽ കേൾക്കേണ്ട കഴിയില്ല. തങ്ങൾക്ക് ഇതിൽ ഉമ്മയാണ്. ഉടനെ ഉമ്മത്തിന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്.
അപ്പോൾ ആഴ്ച നിർവഹിക്കുവാൻ മറ്റുള്ള പുണ്യകർമ്മങ്ങളും ചെയ്ത് സന്തോഷമായി കുടുംബത്തിന് നേതൃത്വം കൊടുക്കുവാൻ തിരിച്ചിടുവാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാത്തൊരു അനുഗ്രഹമായ സദസ്സിൽ സമയത്ത് മഹാനായ നമ്മളൊക്കെ അങ്ങനെയാണ്, തിരക്ക് പിടിച്ചാലും ഓടിയെത്തിയത് തങ്ങളോട് ഒന്ന് ദ്വായക്ക് വസിയത്ത് ചെയ്യാനും ആ കരങ്ങളൊക്കെ പിടിക്കാനൊക്കെയാണ്. ഒരു സന്തോഷം. നമുക്ക് പാണക്കാട് കുടുംബം അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ നമുക്ക് അള്ളാഹു ഒരു അമാനത്തായി തന്നെ വർത്തമാന കാലഘട്ടത്തിൽ നൽകിയതാണ്. ഏതൊക്കെ കൊടുങ്കാറ്റിനെയും അഗ്നിജ്വാലകളെയും അതിജീവിക്കാനുള്ള ആർജവം വർത്തമാന കാലഘട്ടമൊക്കെ കാണിച്ചു തോന്നും. ക്ഷമിച്ചു, സഹിച്ചു. പിന്നെയും അതൊരു ദൗർബല്യമായി ചിലരെങ്കിലും കണ്ടപ്പോൾ സത്യത്തിലെ ആർജവത്തിന്റെ ഉടലാർന്ന രൂപം തങ്ങൾ കാണിച്ചു കൊടുത്തു. ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ആ ക്വാളിറ്റിയാണ് തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഭാരമുണ്ടെങ്കിലും അതൊക്കെ സുസ്മേരവദനായി തന്നെ അതിനെ ഏറ്റെടുക്കാനും അതിനെ നേതൃത്വം കൊടുക്കാനും ഒക്കെ കഴിയും. ഈ ഉയർച്ചയും നമ്മൾ സുന്നി രംഗത്തോ അതല്ലെങ്കിൽ മുസ്ലിം രംഗത്തോ ഒക്കെ ഉള്ളവർ മാത്രമല്ല, പൊതുസമൂഹം തന്നെ തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു സ്വീകാര്യതയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. പൊതുസമൂഹം അത് എല്ലാ രംഗത്തും സോഷ്യൽ മീഡിയയിലായാലും മറ്റെല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ അത് നിദ്രാവിഹീനങ്ങളായ രാവുകളായി മാറുന്നുമുണ്ട്. പക്ഷെ നമുക്കത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഇനിയും നമുക്ക് കൂടുതൽ സൂര്യ തേജസ്സോടെ നിലനിൽക്കട്ടെ. ജില്ലാ കമ്മിറ്റി നൽകുന്ന യാത്രയപ്പാണെങ്കിലും പാലക്കാട് ജില്ലക്കാരനായ എനിക്ക് വീട്ടിലിരിക്കാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട തങ്ങളോട് തങ്ങളുടെ യാത്രയപ്പിലൊന്നും പങ്കെടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്ന് ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പാണക്കാട് കുടുംബം. നമ്മുടെയൊക്കെ കരളിന്റെ കരളായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മളോട് വിട പറഞ്ഞപ്പോ ദുബായിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഒരു അനുശോചന യോഗം നടത്തുകയുണ്ടായി. അന്ന് ഷെയ്ഖ് സാഹിദിന്റെ മതകാര്യ ഉപദേഷ്ടാവായിരുന്ന കേരളത്തിലെ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം, പണ്ഡിതന്മാരിൽ പണ്ഡിതനായ അലിയുൽ ഹാഷിമി. ആ അലിയുൽ ഹാഷിമി അവിടെ വെച്ച് ഒരു വാക്ക് പറഞ്ഞു, മലബാറിലുള്ള മുസ്ലിങ്ങളെ, നിങ്ങൾ ഞങ്ങൾ അറബികളെക്കാൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ഒരു നേതാവിന്റെ അനുയായി ആകാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞങ്ങൾ അറബികൾക്ക് കിട്ടാതെ പോയ ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ആ പാണക്കാട് തറവാടും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്ന് അലിയുൽ ഹാഷിമി അവിടെ വെച്ച് പ്രസംഗിച്ചപ്പോൾ പതിനായിരക്കണക്കായ നമ്മുടെ സഹോദരന്മാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയായിരുന്നു. ഇന്ന് നമ്മുടെ തങ്ങള് പരിശുദ്ധ ഹജ്ജിന് സൗദി ഗവൺമെന്റിന്റെ അതിഥിയായി കൊണ്ടുപോവുകയാണ്. അത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയൊരു നിഅമത്ത് തന്നെയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കറിയാം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മളോട് ഇവിടെ പറഞ്ഞപ്പോ ഹൈദരലി തങ്ങളും സാദിഖ് അലി തങ്ങളും ഒരുപാട് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഹൈദരലി തങ്ങളും നമ്മളെ വിട്ടുപിരിഞ്ഞ അവസാനം നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാം സാദിഖ് അലി തങ്ങളുടെ ആ തലയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട തങ്ങൾ എല്ലാ സ്ഥലത്ത് വെച്ചും നമുക്കൊക്കെ വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്യുക. അത് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു തആല തങ്ങളുടെ യാത്ര റാഹത്തിനും സന്തോഷത്തിനുമാക്കി തീർക്കട്ടെ. നമ്മളൊക്കെ പോകുമ്പോഴല്ല, അവർ സാദാത്തുക്കൾ പോകുമ്പോൾ അവരുടെ ജദ്ദിനെ പാപ്പാനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതേ പ്രകാരം തന്നെ ആ മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി
മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്. വളരെ നല്ല നിലയിൽ ഹജ്ജ് കർമ്മം ഒരാൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ യോമി വലതത്തുമോ, ഉമ്മ പ്രസവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആ ദിവസം പോലെ എല്ലാ പാപങ്ങളെ തൊട്ടും പാപമോചിതനായി മടങ്ങി പോരാൻ സാധിക്കും. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് അതുപോലെയുള്ള മഖബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജും ഉംറയും സിയാറത്തും തവാഫും സഅയും അതുപോലെയുള്ള മറ്റ് എല്ലാ കർമ്മങ്ങളും ചെയ്ത് വളരെ ആരോഗ്യത്തോടുകൂടെ തിരിച്ചു വരാനും ഒരുപാട് കാലം ഈ സമുദായത്തിന് നേതൃത്വം വഹിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷൻ സാധാരണ പ്രിയപ്പെട്ട സിനൽ സാഹിബ്, നമ്മുടെ ആദരണീയനായ ഇവിടെ ശരി, ഇവിടെ കൂടിയ ഉലമാക്കൾ, അതുപോലെ തന്നെ ഉംറാക്കൾ, സംഘടനാ പ്രതിനിധികൾ, സ്ഥാപന ഭാരവാഹികളൊക്കെ അടക്കമുള്ള നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയ സഹോദരന്മാർ, ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടി നമുക്കൊന്ന് ഒരുമിച്ച് കൂടാൻ, പരസ്പരം കാണാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഇങ്ങനത്തെ ഉള്ള കൂടിച്ചേരലിൻ്റെ ഒരു വലിയൊരു സന്തോഷം. യാത്രയപ്പ് എന്നൊക്കെ വേണ്ടി ഒരു പേരാണ് യാത്രയപ്പല്ലേ. ഇനി കൂടിയിരിക്കാൻ കുറച്ച് സമയം കൂടിയിരിക്കാൻ പറ്റി. ഇവിടെ തന്നെ പല കാര്യങ്ങളും നേതാക്കന്മാരുടെയും ആലിമ്യങ്ങളുടെയും ഒക്കെ ആശംസാ പ്രസംഗങ്ങളാണെങ്കിലും അതിലൊക്കെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇത്തരം കൂടിച്ചേരലിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഉള്ള ഒരു ഭാഗ്യം ഈ വർഷം അല്ലാഹുവിനെയാണ്. മിഞ്ഞാന്നാണ് ശരിക്കും വിവരം കിട്ടിയത്. അതിന് മുമ്പ് ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ വായിച്ചതല്ലാതെ എനിക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ വിവരം ഉണ്ടായിരുന്നില്ല. മിഞ്ഞാന്നാണ് ഇപ്പോൾ സൗദിയുടെ ഒഫീഷ്യലായിട്ടുള്ള മെയില് നമ്മളെ കയ്യിൽ കിട്ടുന്നത്. അപ്പോഴത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ, സൗദിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി ആരോടത് പറയാൻ ഞാൻ പോയിട്ടില്ല. ശേഷം പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞു. നമ്മുടെ സംഘടനയുടെ ക്ഷണപ്രകാരം എല്ലാവരും എത്തിച്ചേർന്നു. ഇപ്പോഴൂടെ ഏതാനും സമയം ചെലവഴിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ഉസ്താദും ഇവിടെ എത്തുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കളുടെ സംസാരങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്തിട്ടുള്ളവരായിക്കോട്ടെ ഭൂരിപക്ഷം പേരും തന്നെ നമുക്ക് അറിയാവുന്നതാണ്. സുന്നിമാലിൽ തന്നെ എല്ലാ വർഷവും നമ്മുടെ ഹജ്ജിന് സുന്നിമാലിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഹാജിമാരെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. തവണ സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളാൽ നമുക്കതിന് സാധിച്ചിട്ടില്ല. നമുക്ക് മാത്രം എത്ര 14 10% പോലും ഇല്ല, 5% ആളേ ഉള്ളൂ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. പല ഗ്രൂപ്പുകൾക്കും അങ്ങനെ സംഭവിച്ചു. സാങ്കേതികമായ കാരണങ്ങൾ പറയുന്നുണ്ട്, മനഃപൂർവ്വമായി ഉണ്ടാക്കിയ കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ആ പണം കൊടുത്ത് നേരത്തെ തന്നെ ഹജ്ജിന് വേണ്ടി തയ്യാറായി ആഗ്രഹിച്ചവർക്ക് അല്ലാഹു അടുത്ത വർഷങ്ങളിലും വർഷങ്ങളിലൊക്കെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീഖ് സുന്നിമാലിലും അത് നിറവേറ്റുന്നതിനുള്ള ആ ഒരു സൗകര്യങ്ങളൊക്കെ അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. കൂടുതലായിട്ട് പറയുന്നില്ല. ഹജ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വാസ്തവത്തിൽ ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അതായത് നബിയോട് പറയുക, നബിയോട് പറയാണ് ജനങ്ങളെ ക്ഷണിക്കുക. അങ്ങനെ ക്ഷണിച്ചാൽ അവർ വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വിളംബരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വരും, നടന്നിട്ട് വരും, വാഹനപ്പുറത്ത് വരും, മൃഗങ്ങളുടെ മുകളിലും, പ്രത്യേക ഭാഷയിൽ വണ്ടിയിലും ബസ്സിലും കാറിലും വിമാനത്തിലൊക്കെ ആയിട്ട് ആളുകൾ വരും. അവരൊക്കെ
അങ്ങേ കാണാൻ വരുന്നു എന്നുള്ളതാണ്. ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുമ്പോൾ താങ്കളുടെ അടുത്തേക്ക് അവർ വരുന്നതാണെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞിട്ട് 1500-ലേറെ വർഷം, 1400-ലേറെ വർഷങ്ങൾ അവരുടെ വിട പറയില്ല. വിശുദ്ധ ഹജ്ജത്തുൽ വിദാ, വിട പറയലിന്റെ ഹജ്ജ്, ആകെ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളത്. അവസാനത്തെ ആദ്യത്തെ ഹജ്ജ് തന്നെ. പിന്നെ അതിനുശേഷം ഓരോ വർഷവും പരിശുദ്ധ ഹജ്ജ് കർമ്മം വിശുദ്ധ അറഫയിലും മിനയിലും മുസ്ദലിഫയിലും സഫാ മർവ പരിസരങ്ങളിലും വിശുദ്ധ കഅബാലയത്തിന് ചുറ്റും അവിടെയൊക്കെ ആയി ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത്. അങ്ങോട്ടൊക്കെയാണ് ഹജ്ജ് ആളുകൾ വരുന്നത്. അവിടെയൊക്കെ വരുമ്പോ അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താ? ഖുർആന്റെ അനുസരിച്ച് താങ്കളുടെ അടുത്തേക്ക് അവർ വരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓരോ ഹാജിയും ഓരോ ഹാജയും ഓരോ വർഷവും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ വാഹനത്തിലേറി, മൃഗങ്ങളെടുത്തേറി, അങ്ങനെ പല നിലക്കും അവിടെ എത്തും. അങ്ങേക്ക് ഉപകാരപ്രദമായ സ്ഥലങ്ങളിൽ യശ്ഹദു മനാഫിഅഹു അവരെത്തുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഹജ്ജിന്റെ കർമ്മങ്ങൾ അത് ഇബ്രാഹിം നബി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ആ ഉത്തരം നൽകിക്കൊണ്ട് നമ്മൾ പോവാറ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഹാജറ റളിയല്ലാഹു അൻഹ, അവരുടെയൊക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചടങ്ങുകളും അതും ഹജ്ജിന്റെ ഭാഗമാണ്. അതൊക്കെ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ അതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്തുണ്ട്? പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഹദറത്തും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ തന്നെയാണ് പോകുന്നത്. മദീനയിൽ മാത്രം പറയുന്ന അവിടെയൊക്കെ അതുണ്ട്. ഇതില്ല. പരിശുദ്ധ ചേർന്നതിന് എത്തിച്ചേരുന്ന എല്ലാവർക്കും ആ വലിയ മഹത്വത്തെ എല്ലാവരും എത്തിച്ചു തരുമാറാണ്. നമ്മൾ ഓരോരുത്തരും അതിന് ചെയ്തുകൊണ്ട് ഇനിയും ചെയ്യാനുള്ള ഭാഗ്യം, സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. കൂടുതലായിട്ട് പറയുന്നില്ല. ഏതായാലും എല്ലാവരും ഇപ്പൊ ആവശ്യപ്പെട്ട് ദ്വാരക്കാൻ തന്നെയാണ് പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇതിന്റെ ഓരോ വേളയും. അറബയിലായാലും മുസ്ദലിഫയിലായാലും മിനയിലായാലും ജംറക്കടുത്തായാലും ഇബ്രാഹിം മഖാമിന്റെ അടുത്തായാലും ഇസ്മായിലിന്റെ അടുത്തായാലും പ്രവാഹത്തിന്റെ മഖാഫിലായാലും സഫാ മർവയുടെ സഹീന്റെ ആ വഴികളിലായാലും അവിടേക്ക് ഉത്തരം കിട്ടുന്ന പ്രദേശങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അവിടെ നിന്നൊക്കെ വേർക്കാനുള്ള ആ സന്മനസ്സിനെ, ആ ഒരു മനസ്സാന്നിധ്യത്തെ അള്ളാഹു നൽകുമാറാകട്ടെ. എനിക്ക് വേർക്കാനുള്ളത് നിങ്ങളെല്ലാം പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ഉരുവിട്ടുകൊണ്ട് തന്നെ അടുത്ത് വേർക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന അള്ളാഹു സ്വീകരിക്കട്ടെ. അതാണ് അതൊക്കെ ഒരുപാട് വാക്കുകൾ പറയണമെന്നില്ലല്ലോ. മനസ്സോട് വിചാരിച്ചാൽ തന്നെ മതി. അള്ളാഹു സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും വലിയതാണ്. അങ്ങനെ വേർക്കാനുള്ള കഴിവിനെ അള്ളാഹു നൽകുമാറാകട്ടെ. സന്തോഷത്തോടെ നിങ്ങളൊക്കെ വീണ്ടും തിരിച്ചെത്തി നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൂടുതൽ എളിമയോടെയും മിഴിവോടെയും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ തൗഫീഖ് ഹജ്ജിന്റെ ബർക്കത്തിൽ നിന്നുള്ള നിൽക്കുമ്പോൾ നമുക്കൊക്കെ നൽകുമാറാകട്ടെ. വാദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സമീപിക്കുന്നു. അസ്സലാമു അലൈക്കും.